ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേസ് മസാജാണ് കേട്ടോ. അത് നമുക്ക് സ്കിന്നിന് നന്നായിട്ട് ഗ്ലോയും കാര്യങ്ങളും, അതേപോലെ തന്നെ നമുക്ക് ഏജൊന്നും തോന്നിക്കാതെ നന്നായിട്ട് എപ്പോഴും ചെറുപ്പമായിരിക്കാനും എല്ലാത്തിനും വേണ്ടി നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മസാജാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മസാജിന് ആവശ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വല്ല ബ്രൈറ്റനിങ് ഓയിലോ യൂസ് ചെയ്യാട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. ഇതെൻ്റെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ വരാനും ഇത് ഉപയോഗിച്ച് എനിക്ക് പിമ്പിളും കാര്യമൊന്നും വരാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു എണ്ണയാണ് കേട്ടോ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കയ്യിൽ നന്നായിട്ട് എടുത്ത് കഴുത്തിലും മുഖത്തുമൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ശരീരം മുഴുവനും തേച്ച് കുളിക്കുന്നത് നന്നായിട്ട് സ്കിന്ന് വൈറ്റ് ആവാനുള്ള നല്ലൊരു ഓയിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ കഴുത്തിന് മുകളിലോട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അത് ഇതുപോലെ ചെയ്ത് കഴുത്തിന് നടുവിലൂടെ വന്ന് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മസാജ് ചെയ്യണം കേട്ടോ. എത്ര പ്രാവശ്യമാണ് ഒരു സൈഡിൽ ചെയ്യുന്നത് അത് തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 10 പ്രാവശ്യമാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെവിയുടെ ബാക്കിൽ 3 വിരലുകൾ വെച്ച് മുന്നിലോട്ട് 2 വിരലുമായി ഇതുപോലെ വെച്ച് ജോ ലൈനിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 പ്രാവശ്യം ചെയ്തതിന് ശേഷം ചെവിയുടെ മുകൾ വശത്തു നിന്ന് കഴുത്തിന് താഴേക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാനൊരു 10 പ്രാവശ്യമാണ് ചെയ്യുന്നത്. നല്ല റിലാക്സ് ചെയ്ത് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ, മസാജ് ചെയ്യാൻ. നമുക്ക് കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് ഉപയോഗമാണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ചൂണ്ടുവിരൽ വെച്ച് ഇതുപോലെ ചെവിയുടെ വശത്തേക്ക് ഇങ്ങനെ ജോ ലൈന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു 10 പ്രാവശ്യമാട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഡബിൾ ചിന്നും കാര്യമൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ചുണ്ടിൻ്റെ 2 സൈഡിൽ നിന്ന് 3 വിരൽ വെച്ചിട്ട് മുകളിലോട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 പ്രാവശ്യം ഞാൻ ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിലവരുടെ കവിളിൻ്റെ അവിടെ താഴേക്ക് തൂങ്ങി നിൽക്കുന്നതാണ് കാണാം, ഇങ്ങനെ സാഗ് ചെയ്തിട്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ 2 കൈകളും വെച്ചിട്ട് മൂക്കിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ വശത്തേക്ക് കവിളിലൂടെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാനൊരു 10 പ്രാവശ്യമാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര പ്രാവശ്യമാണോ ചെയ്യുന്നത് അത് തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മളെ കവിളിൻ്റെ അവിടെ നന്നായിട്ട് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ മൂക്കിൻ്റെ ചുണ്ടിൻ്റെ താഴത്തേക്ക് നമുക്ക് ചിരിക്കുമ്പോൾ വരുന്ന ഒരു ചുളിവുണ്ടല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ മോതിരവിരൽ വെച്ചിട്ട് കണ്ണിനടിയിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മോതിരവിരൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കണ്ണിൻ്റെ അടി സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ണിനടിയിൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുറഞ്ഞ പ്രഷറിൽ മാത്രം കണ്ണിൻ്റെ അവിടെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കൊടുക്കാവൂ കേട്ടോ. അതിനുശേഷം നമ്മൾ 2 വിരൽ വെച്ചിട്ട് മൂക്കിൻ്റെ മുകളിലോട്ടും താഴേക്കും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ വിരലുകൾ വെച്ച് മുകളിലോട്ടും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂണ്ടുവിരൽ വെച്ച് ഇതുപോലെ കണ്ണിനടിയിലൂടെ നെറ്റിയുടെ 2 വശത്തേക്കും മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ അടിയിലുള്ള ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഈ ചീക്ക് ബോണിൻ്റെ വശത്ത് കൂടെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ താടീൻ്റെ അവിടെ 2 കൈകൾ ഇതുപോലെ കുത്തിവെച്ച് കണ്ണിന് ചുറ്റും 2 വിരലുകൾ വെച്ച് ഇതുപോലെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് റിലാക്സായി പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്കുകളൊക്കെ മാറാനും, നമ്മളിപ്പോൾ മൊബൈലും സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്തിട്ടും ഉറക്കക്കുറവിലൊക്കെ വരുന്ന കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതൊരു 10 പ്രാവശ്യമാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2 നെറ്റിൻ്റെ വശത്തായിട്ട് പ്രഷർ പോയിൻ്റ് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു മസാജ് ചെയ്യുന്നത് കേട്ടോ. 2 വിരലുകൾ വെച്ച് നെറ്റിൻ്റെ നടുവശത്ത് നിന്ന് മുകളിലോട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു 10 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 കൈകൾ വെച്ച് പിരികത്തിൽ ഇതുപോലെ പിടിച്ച് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അതും ഇതേപോലെ ഞാനൊരു 3-4 പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യണം കേട്ടോ.
അതിന് ശേഷം പിരികം മുകളിലോട്ട് വേണമെന്നുള്ളവർ ഇതുപോലെ മുകളിലോട്ട് പിടിച്ച് വെച്ച് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ ചിലവരുടെ പിരികം കാണാമല്ലോ താഴത്തോട്ട് ഇങ്ങനെ വരുന്നത്, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും മുകളിലോട്ട് കുറച്ചൊക്കെ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ കുറേയൊക്കെ മാറ്റം വരും കേട്ടോ. അതിന് ശേഷം നമ്മൾ രണ്ട് കൈയിലും ഇതുപോലെ വെച്ച് നെറ്റിയുടെ രണ്ട് വശത്തേക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ നെറ്റിയിലുണ്ടാകുന്ന ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ചുളിവൊക്കെ മാറി നല്ല ഗ്ലോ ഒക്കെ കിട്ടി ഏജൊന്നും തോന്നിക്കാതെയൊക്കെ തോന്നും കേട്ടോ. അതിന് ശേഷം നമ്മൾ കവിള് ചാടി വേണം, അതായത് ഇങ്ങനെ കവിള് തുടുത്ത് വേണം എന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തൊരിത് സ്കിപ്പ് ചെയ്തോ കേട്ടോ. നമ്മൾ ഒരിക്കലും ഇതുപോലെ പുറത്തോട്ട് മാത്രമേ മസാജ് കൊടുക്കാവൂ, ഉള്ളിലോട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ പുറത്തോട്ട് കവിളിന് മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ പുറത്തോട്ട് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. അത് ഞാനൊരു 10 പ്രാവശ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ചിരിക്കുമ്പോൾ ഈ കവിളിൻ്റെ ഇവിടെ ഇതുപോലെ ചിരിക്കുമ്പോൾ കവിള് ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. 3 ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ അതുമാത്രം ഉള്ളിലോട്ടും അതുപോലെ പുറത്തോട്ടും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ വിരലുകൾ പിടിച്ചിട്ട് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം മുകളിലോട്ട്. ഇതൊരു 10 പ്രാവശ്യമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മുഖം മുഴുവനായിട്ടൊന്ന് ഇതുപോലെ. അതിനുശേഷം നമ്മൾ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോപ്പാണ് കേട്ടോ. ഞാൻ സമേത എന്ന് പറഞ്ഞ ആയുർവേദിക്കിൻ്റെ ഒരു കഷായം സോപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതാണ് ഫേസിന് നന്നായിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യില്ല. എനിക്ക് പിമ്പിൾസിൻ്റെ മാർക്കും അതുപോലെ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാനൊക്കെ ഈ സോപ്പാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഫേസ് വാഷ് വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇനി ഒരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും. ഓക്കെ, ബൈ ബൈ.